പ്രൈസ് ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ വീണ്ടും നമുക്ക് ഈ നിലയിൽ കൂടി വരുവാനുള്ള ഭാഗ്യം കർത്താവ് ഒരുക്കിയല്ലോ. ദൈവവചനം കേൾക്കുന്നത് ഇത്ര അനുഗ്രഹമാണ്. ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം ദൈവവചനത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും അവനിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്ന ഈ വിഷയം വളരെ ഗൗരവതരമായ വിഷയമാണ്. ഇത് സാധാരണക്കാർക്ക് ഇതങ്ങോട്ട് ദഹിക്കുകയില്ല. എന്നാൽ നമ്മൾ ഇതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിൽ ഇന്ന് 3 പ്രകാരത്തിലുള്ള ജനങ്ങളാണുള്ളത്. ഒന്ന് പ്രാകൃതൻ എന്ന് പറഞ്ഞാൽ അവർ ജഡത്തിൽ ജനിച്ചു, ഈ ലോകത്തിൽ മാതാപിതാക്കളിൽ നിന്നും ജനിച്ചു, അവർ ലോകപരമായി ജീവിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല, ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ആത്മീയ കാര്യങ്ങളോട് അവർക്ക് യാതൊരു താല്പര്യവുമില്ല. അങ്ങനെ ലോകപ്രകാരം ജീവിക്കുന്ന വ്യക്തിയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് പ്രാകൃതൻ. ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തവൻ, ദൈവവുമായിട്ട് സംസർഗമില്ലാത്തൊരു വ്യക്തി. അവർ പ്രാകൃതന്മാരായിട്ടാണ് വചനം പറയുന്നത്. രണ്ടാമത്തെ ഒരു കൂട്ടരെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്, ജഡീകന്മാർ. അവർ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചവരാണെങ്കിലും വേണ്ട നിലയിലുള്ള ഒരു ആത്മീയമായ ഒരു വളർച്ച, ഒരു പക്വത അവർക്കുണ്ടായില്ല. അവർ ജഡീകന്മാരാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ അവർ മുരടിച്ചു പോയവരാണ്. ആത്മീയ പ്രകാശനം അവർക്ക് ലഭിച്ചെങ്കിലും അതിനെ അവർ അംഗീകരിച്ച് അതിന് പ്രകാരം ജീവിക്കുവാൻ അവർ തയ്യാറായില്ല. അവരും പ്രാകൃത മനുഷ്യനോട് ഇഴുകിച്ചേരുന്ന ഒരു അനുഭവത്തിലേക്ക് പോവുകയാണ്. അങ്ങനെയുള്ള ജഡീകന്മാരാണ് സഭയിൽ എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്നത്. എന്തെങ്കിലും നിസ്സാര കാര്യം പറഞ്ഞാൽ അവരുടനെ തന്നെ ഇടർച്ചകൾ കൊണ്ടുവരും. അവർക്ക് കാര്യങ്ങളെ ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നില്ല. ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ അവർക്ക് ശരിക്കും ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. ഞാൻ കർത്താവിൻ്റെ ഒരു അടിമയാണ്, എനിക്ക് ഏത് നിലയിലും എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തണം, അതിനുവേണ്ടി ഞാൻ എന്ത് വിലയും കൊടുക്കാൻ തയ്യാറാകുന്നു എന്നുള്ളൊരു മനോഭാവം അവർക്കില്ല. എന്നിട്ട് എപ്പോഴും അവർ മറ്റുള്ളവരെ അവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഇതെല്ലാം ഒരു ജഡീകൻ്റെ സ്വഭാവങ്ങളാണ്. അവർ വിദ്വേഷവും പകയെല്ലാം ഉള്ളിൽ കൊണ്ടുകൊണ്ട് പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴും പറയും, ഇത് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ പറയുക, അല്ലെങ്കിൽ ഇത് ഇന്ന ആളെക്കുറിച്ച് അവർക്ക് വേണ്ടിയിട്ട് കുത്തിപ്പറയുക, ഇങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ കേട്ടിട്ടില്ലേ? എല്ലാം ജഡീകന്മാരുടെ സ്വഭാവങ്ങളാണ്. ഒരു ആത്മീയൻ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒരിക്കലും പോകത്തില്ല. അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകുവാൻ അവന് കഴിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ആത്മീയരാണോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവർ ആത്മീയരാണെന്നാണ് റോമർ 8:9 പറയുന്നത്. എന്നാൽ നമുക്ക് ആ വളർച്ച ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ആത്മീയരായി മാറുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ആത്മീയനെ കുറിച്ചാണ്. ഈ ആത്മീയൻ എന്നുള്ള വിഷയം അത് വളരെ ഗഹനമായി നമ്മൾ ചിന്തിക്കേണ്ടതായതുകൊണ്ട് എനിക്ക് തോന്നുന്നു തുടർമാനമായിട്ട് ഞാൻ ഈ വിഷയങ്ങളിൽ നിങ്ങളോട് സംസാരിക്കാനിടയാവും. ഞാൻ യഥാർത്ഥമായിട്ടും ഒരു ആത്മീയനാണോ? അതിന് അനേക തിരുവചനത്തിൽ തന്നെ നമുക്ക് അനേക തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് എങ്ങനെ ഒരു ആത്മീയനായിട്ട് ജീവിക്കാൻ കഴിയും? കാരണം ആത്മീയരെ കൊണ്ട് മാത്രമേ ദൈവത്തിന് പ്രയോജനമുള്ളൂ. അവരാണ് ജയാളികളായി മാറാൻ പോകുന്നത്. അവരാണ് യഥാർത്ഥത്തിൽ കർത്താവിനെ പ്രതിബിംബിക്കുന്നവർ. അവരിലൂടെ മാത്രമേ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഞാനൊരു ആത്മീയനാണോ എന്ന് വീണ്ടും ജനിച്ച ദൈവമക്കൾ തിരിച്ചറിയണം. അപ്പോൾ ആ തിരിച്ചറിവിലേക്ക് വേണ്ടിയ ചില വിഷയങ്ങളാണ് ഇന്ന് മുതൽ വളരെ ലളിതമായിട്ട് തിരുവചനത്തിലൂടെ തന്നെ, തിരുവചനത്തിൽ നിന്നും പെറുക്കി ആ നല്ല കാര്യങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുക. വളരെ ശ്രദ്ധിക്കണം. എങ്ങനെയെങ്കിലും ജീവിച്ച് നമ്മുടെ ഒരു ആയുസ് നമ്മൾ നഷ്ടമാക്കരുത്. യഥാർത്ഥമായിട്ടും നമ്മളൊരു ആത്മീയനായിരിക്കുവാൻ നമുക്ക് ഉത്സാഹിക്കാം. അതിന് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആരാണ് ആത്മീയൻ? എന്താണ് ആ ആത്മീയൻ്റെ വൈശിഷ്ട്യങ്ങൾ? ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്.
അപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ആ 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം മാത്രം ഞാൻ വായിക്കാം. നമുക്ക് വളരെ വിശാലമായിട്ട് ഈ കാര്യങ്ങളെ ചിന്തിക്കേണ്ടതുണ്ട്. ഞാനത് വായിക്കാം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 15-ാം വാക്യം. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു. മനസ്സിലായോ? ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആത്മീയൻ സകലത്തെയും തിരിച്ചറിയുന്നു. ആത്മീയൻ സകല കാര്യങ്ങളും വേർതിരിച്ച് കാര്യങ്ങളെ വിലമതിക്കുന്നു, കൈകാര്യം ചെയ്യുന്നു. ഓരോ കാര്യങ്ങളെയും അതിനെ വേർതിരിച്ച് മനസ്സിലാക്കുവാനായിട്ട് ഒരു ആത്മീയന് കഴിയും. ഒരു വ്യക്തിയുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, സോക്രട്ടീസ് ഒരിക്കൽ ഒരു പൈതലിനോട് പറഞ്ഞു, മോനെ നീ സംസാരിക്കുക, ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ എന്ന്. ഒരാളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ ആ വ്യക്തി ആത്മീയനാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ആത്മീയന്മാരിലൂടെ മാത്രമേ ദൈവത്തിന് മഹത്വം ഉണ്ടാവൂ, അവരെ മാത്രമേ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയൂ. അത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു ആത്മീയൻ എന്ത് ചെയ്യുന്നു? അവൻ സകലത്തെയും വിവേചിക്കുന്നു. വിവേചിക്കാൻ പറഞ്ഞാൽ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ അതിനെ വേർതിരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു ആത്മീയന് മാത്രമേ കഴിയൂ. അപ്പോൾ ഇന്ന് അങ്ങനെ തിരുവചനത്തിലൂടെ ഈ കാര്യങ്ങൾ നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കണം. തിരുവചനം, ഒരു ആത്മീയൻ എപ്പോഴും തിരുവചനത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. തിരുവചനം എന്തു പറയുന്നു എന്നുള്ളത് നോക്കിയായിരിക്കും. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോൾ പോലും സകല കാര്യങ്ങളും തിരുവെഴുത്തിനെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തത്. തനിക്ക് വിശന്നപ്പോൾ പിശാച് വന്ന് പറഞ്ഞു, നീ ദൈവത്തിനല്ലേ, നീ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ല് അപ്പമായി തീരുകയില്ലേ? അപ്പോൾ ഉടനെ തന്നെ കർത്താവ് തിരുവചനമായി എടുത്തേ. നോക്കണം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ട് ജീവിക്കുന്നു. നിങ്ങൾക്കറിയാം, മത്തായി 4:4 എവിടുന്ന് പറഞ്ഞത്? ആവർത്തന പുസ്തകം 8-ാം അധ്യായം 3-ാം വാക്യം. നമ്മൾ ചിന്തിക്കണം, ഓരോ കാര്യങ്ങളും ദൈവം പറയുമ്പോൾ അത് വചനത്തെ എടുത്ത് തിരുവചനത്തിൽ ഇങ്ങനെ. അപ്പോൾ ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുമ്പോൾ ഞാൻ ചില വാക്യങ്ങൾ മാത്രം പെട്ടെന്ന് പറയാം. റോമാലേഖനം അതിൻ്റെ 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, തിരുവെഴുത്ത് എന്തു പറയുന്നു. അതിന്റെ ആരംഭം തിരുവെഴുത്ത് എന്തു പറയുന്നു. തിരുവെഴുത്ത് എന്തു പറയുന്നു എന്നുള്ളതായിരിക്കണം ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുഖ്യമായ കാര്യം. തിരുവെഴുത്ത് എന്തു പറയുന്നു. സകല കാര്യങ്ങളിലും നമ്മൾ ചെയ്യേണ്ടത് തിരുവെഴുത്ത് എന്തു പറയുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. പ്രിയമുള്ളവരെ, നമുക്ക് വളരെ ചെറിയൊരു ആയുസ്സാണ്. ഇത് ഒരേ ഒരു അവസ്ഥ മാത്രമേ ഉള്ളൂ, ഒരേ ഒരു അവസരം മാത്രമേ ഉള്ളൂ. അപ്പോൾ തിരുവെഴുത്ത്, നമ്മളൊരു ആത്മീയനാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും തിരുവെഴുത്ത് എന്ത് പറയുന്നു എന്നുള്ളതിന് നമ്മളത് മുൻതൂക്കം കൊടുക്കണം. തിരുവെഴുത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതേ റോമർ 11-ാം അധ്യായം 2-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ബി പാർട്ട് അവിടെ വായിക്കുന്നത്, തിരുവെഴുത്ത് പറയുന്നത് അറിയുന്നില്ലയോ? കണ്ടോ, തിരുവെഴുത്ത് പറയുന്നത് അറിയുന്നില്ലയോ? അപ്പോൾ പൗലോസിനെ ചോദിക്കുകയാണ്, തിരുവെഴുത്ത് പറയുന്നത് അറിയുന്നില്ലയോ? നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ, യാക്കോബിന്റെ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം, തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നു എന്ന് തോന്നുന്നുവോ? ചോദ്യമാണ്. തിരുവെഴുത്ത് എന്തെങ്കിലും കാര്യം വെറുതെ പറയുമോ? പ്രിയമുള്ളവരെ, തിരുവെഴുത്തിന്റെ പ്രാധാന്യത നമ്മൾ എത്രമാത്രം മനസ്സിലാക്കണം. ആ പ്രാധാന്യത അതിന് വില കൊടുക്കാതെ, അതിന്റെ മഹത്വം മനസ്സിലാക്കാതെ നമ്മൾ പോയാൽ എത്രമാത്രം വഞ്ചിക്കപ്പെടും. നമ്മൾ കേൾക്കുന്ന ഈ ദൈവത്തിന്റെ വചനം നമ്മളത് ഗ്രഹിക്കുന്നുണ്ടോ? കർത്താവ് പലപ്പോഴും ശിഷ്യന്മാരോട് ചോദിച്ച കാര്യമാണ്, എന്നാൽ അവരത് ഗ്രഹിച്ചില്ല. അപ്പം നമുക്ക് ഓരോ കാര്യങ്ങളും തിരുവചനത്തെ ഗ്രഹിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായം കൂടിയേ കഴിയും. ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ വചനം അവൻ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ്, വചനം എന്തു പറയുന്നു എന്ന് ചോദന ചെയ്യും. മാത്രമല്ല,
നമുക്ക് ഈ വചനം ദൈവം വെളിപ്പെടുത്തി തരുന്നത് ആത്മാവിലൂടെയാണ്. നമ്മൾ അതേ 1 കൊരിന്ത്യർ 2-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും അവിടെ വായിക്കുന്നത്, അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. ആത്മീകന്മാർക്ക് ആത്മീയമായത് ആത്മാവിനാൽ തെളിയിച്ചു കൊടുക്കുക. ഇത് നമ്മുടെ ബുദ്ധിയിലൂടെ തെളിയിക്കുന്നൊരു കാര്യമല്ല. ഇത് ദൈവാത്മാവിനാൽ തന്നെ നമുക്ക് തെളിയിച്ചു കൊടുക്കേണ്ടതും അത് തെളിഞ്ഞു കിട്ടേണ്ടതുമായ ഒരു കാര്യമാണ്. തിരുവെഴുത്ത് എപ്പോഴും അത് ദൈവാത്മ നിവേശിതമാണ് എന്ന് പറഞ്ഞാൽ ദൈവം ഉച്ഛ്വസിച്ചതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിൽ, ആ ആത്മാവിന്റെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ. അത് നമ്മൾ ബുദ്ധിയിൽ അവഗ്രഹിക്കാൻ പോയാൽ വളരെ വലിയ വീഴ്ചയുണ്ടാവും, തകർച്ചയുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവവചനവുമായിട്ട് വളരെ ആഴമായ ഒരു ബന്ധമുണ്ടാവും. നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവചനത്തിന്റെ ഏറ്റവും വലിയൊരു കർത്തവ്യം അവന് ദൈവവചനത്തിന് വേണ്ടിയുള്ള ഒരു വിശപ്പും ദാഹവും ഉണ്ടായിരിക്കണം. ഓരോ ദിവസവും നമ്മുടെ ദേഹീരക്ഷ നടക്കുന്നത് തന്നെ വചനത്താലാണ്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഞാൻ ആ ഭാഗത്തിന്റെ 1-2 വാക്യം പെട്ടെന്ന് നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. അതേ യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ 1-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിൽ, യാക്കോബ് 1-ാം അധ്യായം 21-ാം വാക്യം അവിടെ വായിക്കുന്നത്, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. നമ്മുടെ മലയാളത്തിൽ അത് ആത്മാക്കളെ അല്ല, നമ്മുടെ ദേഹിയെ. അപ്പം ഇത് വളരെ ഗഹനമായിട്ട് മനസ്സിലാക്കണം. ഈ ദേഹി അല്ലെങ്കിൽ പ്രാണൻ എന്ന് പറയുന്നത് ഇത് ദേഹീരക്ഷ അല്ലെങ്കിൽ ജീവരക്ഷ, ഇത് 3 കാര്യം ഒന്ന് തന്നെയാണ്. അത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയേണ്ടത്, അല്ലെങ്കിൽ ആ പരിഭാഷയിൽ വന്നൊരു ചെറിയ തെറ്റാണ്. അവിടെ ആത്മരക്ഷ എന്നല്ല, ദേഹീരക്ഷ എന്നാണ്. നിങ്ങൾ മറ്റുള്ള ഇംഗ്ലീഷ് പരിഭാഷയൊക്കെ അല്ലെങ്കിൽ ഹിന്ദി അങ്ങനെയുള്ള നിങ്ങൾക്ക് അറിയാവുന്ന മറ്റൊരു പരിഭാഷയിൽ അല്ലെങ്കിൽ ചില പരിഭാഷ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ആത്മരക്ഷ നമുക്ക് ഓൾറെഡി നടന്നു കഴിഞ്ഞ കാര്യമാണ്. എന്നാൽ ദേഹീരക്ഷ നമ്മളിൽ നടക്കേണ്ടത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ദൈവവചനത്തിലൂടെ മാത്രമാണ്. അപ്പോൾ ഇവിടെ യാക്കോബ് പറയുന്നത് എന്താണ്? അപ്പോൾ അതിന് 21-ാം വാക്യം ഞാൻ ഒരിക്കലും വായിക്കാം. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ദേഹിയെ രക്ഷിക്കാൻ, ഞാൻ ആത്മാക്കളെ എന്നുള്ള മാറ്റിയിട്ട് ദേഹി അല്ലെങ്കിൽ പ്രാണനെ അല്ലെങ്കിൽ ജീവനെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. നിങ്ങൾ അത് നിങ്ങളുടെ ബൈബിളിലും ആത്മാക്കളിലാണെങ്കിൽ നിങ്ങൾ തിരുത്തണം. അത് തെറ്റായ ഒരു പരിഭാഷയാണ്. പരിഭാഷയിൽ ചില വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തിരുത്തുക. അപ്പോൾ നിങ്ങളുടെ ദേഹിയെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാണന്റെ രക്ഷ, ദേഹിയുടെ രക്ഷ, ജീവരക്ഷ, ഈ 3 കാര്യം ഒന്നിനെ സംബന്ധിച്ച കാര്യമാണ്. അപ്പോൾ അതിനെന്ത് വേണം? ദൈവത്തിന്റെ വചനം നമ്മൾ സൗമ്യതയോടെ കൈക്കൊള്ളണം. ദൈവവചനമായി ഇതിനൊക്കെ ആധാരം. അപ്പോൾ ആത്മീയൻ കേൾക്കുന്ന വചനങ്ങളെ വളരെ ഹൃദ്യസ്ഥമാക്കുവാനായിട്ട് വളരെ ഉത്സാഹിക്കും. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഉടനെ നമ്മൾ പരിപക്വതയുള്ള ഒരു വിശ്വാസിയായി മാറുന്നില്ല. അവന് വളർച്ച ആവശ്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പത്രോസ് പറയുന്ന ആ പ്രസ്താവന വളരെ നല്ല ഒരു പ്രസ്താവനയാണ്. നമ്മൾ 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 1-ഉം 2-ഉം വാക്യം ഞാൻ നിങ്ങൾക്ക് വായിക്കാം. ഇവിടെ പത്രോസ് പറയുന്നത്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. കണ്ടോ, ഇവിടെ രക്ഷയ്ക്കായി വളരുവാൻ. നമ്മളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ രക്ഷ ഏത് രക്ഷയാണ്? ദേഹീരക്ഷ, ജീവന്റെ രക്ഷ അല്ലെങ്കിൽ പ്രാണന്റെ രക്ഷ. അപ്പോൾ നമ്മുടെ പ്രാണന്റെ രക്ഷയിൽ
ഓരോ ദിവസവും നാം വളർന്നുകൊണ്ടിരിക്കണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞേ, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. അതാ അതിനുവേണ്ടിയുള്ള വലിയ ആഗ്രഹം, വലിയ വിശപ്പ് ദൈവമക്കളായ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. രക്ഷിക്കപ്പെട്ട പലരെയും കാണുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഒരു ദിവസം എത്ര വചനം വായിക്കാറുണ്ട്, എത്ര അധ്യായം വായിക്കാറുണ്ട്? ചിലർ അങ്ങനെ വായിക്കുന്നൊരു പതിവ് തന്നെയില്ല. രക്ഷിക്കപ്പെട്ടവർ എത്ര ദുഃഖകരമായ അനുഭവമാണ് ദൈവമക്കളെ. നമുക്ക് ഈ വചനം നമ്മൾ എത്രമാത്രം വായിച്ച് ധ്യാനിക്കുവാൻ കടപ്പെട്ടവരാണ്. അപ്പോൾ നമുക്കൊരു ആത്മീയനായി ജീവിക്കണമെങ്കിൽ ഈ ദൈവവചനം കൂടാതെ ഒരിക്കലും കഴിയുകയില്ല. മാത്രമല്ല, നമുക്ക് ദൈവം നമ്മളെ അംഗീകരിക്കുന്ന ദൈവത്തിന്റെ കരുതൽ നമുക്ക് അനുഭവമാക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ വചനത്തോട് എത്രമാത്രം പ്രതിപത്തി ഉണ്ടായിരിക്കണം. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭയോടുള്ള ദൂതിൽ ഒരു കുറ്റവും പറയാത്ത 2 സഭകൾ, ഒന്ന് സ്മുർണ്ണയും ഒന്ന് ഫിലദൽഫിയ സഭയുമാണ്. ഈ ഫിലദൽഫിയ സഭയുടെ അവിടുത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠത നമ്മൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ പറയാം. അത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യത്തിന്റെ അവസാന ഭാഗമാണ്. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യം, ഒരെവിടെ പോയാലും കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തുന്നവരായിരുന്നു. അവർ ഈ സുവിശേഷം അറിയിക്കുന്നതിൽ എപ്പോഴും ബദ്ധശ്രദ്ധരായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു ഏക കർത്താവ് എന്ന് പറയുവാൻ അവർക്ക് യാതൊരു മടിയുണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്ത് നീറോ കർത്താവ് എന്ന് പറയാത്തവരെയെല്ലാം ഇടിച്ചു കൊല്ലും. ഭീകരമായ ഒരവസ്ഥയായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുന്നതിൽ ഫിലദൽഫിയ സഭ വളരെ അഗ്രഗണ്യരായിരുന്നു. അവർ വചനത്തെ മുറുകെ പിടിക്കുക മാത്രമല്ല, കർത്താവിന്റെ നാമത്തെ ഉയർത്തി കാണുകയും ചെയ്തു. അതിനുവേണ്ടി എന്ത് വിലയും കൊടുക്കുവാൻ അവർ തയ്യാറായി. അതുകൊണ്ടാണ് അതിന്റെ 10-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 3-ന്റെ 10-ാം വാക്യം, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. കണ്ടോ? അപ്പോൾ ഇത് ദൈവവചനം കാക്കുന്ന, അല്ലെങ്കിൽ ദൈവവചനം സൂക്ഷിക്കുന്ന, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആത്മീയരായ ജയാളികളായ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമാണ്. നമ്മള് മഹോദ്രവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരല്ല, ക്രിസ്തു വിരോധിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരല്ല, നമ്മുടെ അരുമനാഥന്റെ വരവിന് വേണ്ടി നാം കാത്തിരിക്കുന്നവരാണ്. അപ്പോൾ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഒരു കാരണവശാലും അവര് മഹോദ്രവത്തിലേക്ക് പോവുകയില്ല. അവരെ അങ്ങനെയുള്ള ആ വലിയ സങ്കടത്തിലേക്ക് പോകുവാൻ ദൈവം അനുവദിക്കില്ല. ദൈവം ഇവിടെ നമുക്ക് വാഗ്ദത്തം തന്നിരിക്കുക. അതിനെക്കുറിച്ചൊക്കെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. എങ്കിലും വചനത്തെ നമ്മൾ എത്രമാത്രം വിലമതിക്കണം എന്നുള്ള കാര്യമാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവവചനത്തോടുള്ള അവന്റെ പ്രതിപത്തി എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. തിരുവചനത്തിൽ വചനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു അധ്യായമാണ് 119-ാം സങ്കീർത്തനം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 119-ാം സങ്കീർത്തനം അതിന്റെ 20-ാം വാക്യം, നിന്റെ വിധിക്കായുള്ള നിത്യവാഞ്ച കൊണ്ട് എന്റെ മനസ്സ് തകർന്നിരിക്കുന്നു. ഒരു ഭക്തൻ ദൈവവചനത്തിന് വേണ്ടി അവൻ വളരെ ദാഹിക്കുക, അവൻ അതിനുവേണ്ടിയുള്ള വാഞ്ച എത്ര ഭയങ്കരമാണ് നോക്കണേ. നിന്റെ വിധികൾക്കായുള്ള ദൈവവചനം വാഞ്ച, അതുകൊണ്ട് എൻ്റെ മനസ്സ് തകർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ താൻ ആഗ്രഹിക്കുന്നത് പോലെ തൻ്റെ വചനം ധാരാളമായി തനിക്ക് ലഭിക്കാത്തതിലുള്ള ദുഃഖം. നോക്കണേ, ദൈവവചനത്തിന് വേണ്ടി എപ്പോഴും നമുക്കൊരു വലിയ ദാഹം ഉണ്ടായിരിക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ട നാളുകളിൽ ഞാൻ ഏതെങ്കിലും ഒരു വിശ്വാസിയെ കണ്ടു കഴിഞ്ഞാൽ അവരോട് ഞാൻ ഉടനെ പറയായിരുന്നു, നിങ്ങൾ കർത്താവിനെ കുറിച്ച് അല്പനേരം പറ, എനിക്ക് എൻ്റെ ഹൃദയം വല്ലാതെ ദാഹിക്കുന്നു, എനിക്ക്
ആ വചനം കേൾക്കുവാനുള്ള ആ ദാഹം എനിക്ക് ലഭിക്കുന്ന സമയങ്ങളെല്ലാം ദൈവവചനം എപ്പോഴും ഞാൻ വായിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ഡ്യൂട്ടിയിലായിരിക്കുന്ന സമയത്ത് ഡ്യൂട്ടിയിലേക്ക് പോകുമ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ബൈബിൾ ഉണ്ടാവും. ഏത് സമയത്തൊരു ബൈബിൾ ഉണ്ടാവും. അല്പസമയം കിട്ടിയാൽ ഉടനെ ആ ബൈബിൾ തുറന്ന് ഞാനത് വായിക്കും. എനിക്ക് ലഭിക്കുന്ന സമയങ്ങൾ ഒരിക്കലും നഷ്ടമാക്കിയല്ല. അതിന്നും അതേ ആ ആഗ്രഹവും വിശപ്പും ദാഹവും ഇന്നും എനിക്കുണ്ട്. അതിനൊരു കുറവും വന്നിട്ടില്ല. അത് കൂടുതലായി വർദ്ധിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പ്രിയമക്കളെ, നമ്മൾ എത്രയെല്ലാം വചനം വായിച്ച് ധ്യാനിച്ചാലും നമുക്ക് ഇത് പോരാ എന്നുള്ള ഒരു വലിയ ഒരു വാഞ്ച നമ്മുടെ ഉള്ളിലുണ്ടാവും. അതൊരു ആത്മീയന്റെ അടയാളം. അപ്പോൾ നമ്മൾ അതേ കാര്യം തന്നെ നമ്മൾ അതിന്റെ 72-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നമ്മൾ ഇതൊക്കെ ഓരോ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ 119-ാം സങ്കീർത്തനം 72-ാം വാക്യം, 1000 പൊൻവെള്ളി നാണ്യത്തെക്കാൾ നിന്റെ വായിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമം. നോക്കുക, ലോകമനുഷ്യൻ എപ്പോഴും ലോകത്തെ നേടുവാൻ, ലോകത്തിന് സ്ഥാനവും മാനവും കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഇവിടെ ഭക്തൻ പറയുന്നത് 1000 പൊൻവെള്ളി നാണ്യത്തെക്കാൾ എന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരു ദിവസം പണി ചെയ്താൽ 1000കണക്കിന് പൊൻവെള്ളി നാണ്യങ്ങൾ കിട്ടുന്നതിനേക്കാളും ദൈവവചനത്തിലാണ് തനിക്ക് പ്രാധാന്യത. ഇന്ന് എത്രയോ പേര് പണത്തിന് വേണ്ടി കർത്താവിന്റെ സന്നിധി വിട്ടുകളയുന്നു, ദൈവവചനത്തെ വിട്ടുകളയുന്നു. ദൈവവചനം വായിക്കുന്നത് അവർക്ക് നിസ്സാരമായി തോന്നുന്നു. എത്ര ദുഃഖകരമാണ് പ്രിയമുള്ളവരെ. അവരൊരു ആത്മീയരാണോ? അതൊരു തെരഞ്ഞെടുപ്പാണ് പ്രിയമുള്ളവരെ. നമ്മൾ കൂട്ടായ്മ വിട്ട് നമ്മൾ ജോലിക്ക് പോകുന്നത് തികച്ചും അത് ദൈവത്തെ നമ്മൾ തുച്ഛീകരിക്കുക. അപ്പോൾ ദൈവവചനത്തെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്ന അനുഭവം, ആ ഒരു അവസ്ഥ അത് നമ്മൾ നഷ്ടപ്പെടുത്തുക. നിത്യത്തിലേക്കുള്ള വലിയ ധനമായത്. ദൈവവചനത്തിന്റെ വില, അതിന്റെ മഹാത്മ്യം മനസ്സിലാക്കണം. നമ്മൾ 19-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ അതിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നത് എന്തെന്നറിയാമോ? അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേങ്കട്ടയിലും മധുരമുള്ളവ. വചനത്തിന്റെ പ്രാധാന്യം പറയുക. എങ്ങനെ ഒരു ഭക്തന് ആഗ്രഹിക്കാതിരിക്കാൻ കഴിയും? എന്താണ് പറയുന്നത്? അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ. അതാണ് നമ്മൾ ഒരു ഭക്തന് ആഗ്രഹിക്കേണ്ടത്. എല്ലാ നിലയിലും തിരുവചനത്തിന് കൊടുത്തിരിക്കുന്ന മഹാത്മ്യം ഒരു ദൈവവചനം തിരിച്ചറിയണം പ്രിയമുള്ളവരെ. ദൈവവചനത്തിന് വേണ്ടിയുള്ള യഥാർത്ഥമായ വിശപ്പും ദാഹവും ഇന്ന് എൻ്റെ ഉള്ളിലുണ്ടോ? ഞാനൊരു ആത്മീയനാണെങ്കിൽ തിരുവചനത്തിന് 1-ാം സ്ഥാനം കൊടുത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, കർത്താവ് പോലും ഈ ലോകത്തിലായിരുന്നപ്പോൾ എപ്പോഴും തിരുവചനത്തിനാണ് 1-ാം സ്ഥാനം കൊടുത്തിരുന്നത്. തന്റെ ജീവിതത്തിൽ തിരുവചനത്തെ നിവൃത്തീകരിച്ചുകൊണ്ടാണ് തന്റെ മുന്നോട്ടുള്ള ഓരോ യാത്രയും, ഓരോ കാര്യങ്ങളിലും തിരുവചനം നിവർത്തിക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമായിരുന്നു. അപ്പൊ നമുക്ക് ദൈവവചനവുമായിട്ട് അതുപോലെ ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു വലിയ ബന്ധമുണ്ടായിരിക്കും. നമ്മൾ അതേ തിരുവചനത്തില് അതിന്റെ 140-ാം വാക്യം വായിക്കുമ്പോൾ ഈ ഭക്തൻ ഈ തിരുവചനത്തിന് കൊടുക്കാൻ പ്രാധാന്യം കൊടുക്കാൻ കാരണം, നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു, അതുകൊണ്ട് അടിയന് അത് പ്രിയമാകുന്നു. കണ്ടോ, 119-ാം സങ്കീർത്തനം 140-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. എന്താണ് പറയുന്നത്? നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു, അതുകൊണ്ട് അടിയന് അത് പ്രിയമാകുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഏത് സാധനം ലഭിക്കുമ്പോഴും അത് വിശുദ്ധമാണെങ്കിൽ അത് എത്രമാത്രം ആഗ്രഹിക്കത്തക്കതാ നമ്മൾ ചിന്തിക്കണം. ഇന്ന് നമുക്ക് ഈ ദൈവവചനത്തെ അതുപോലെ കൈക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? എപ്പോഴും ഒരു നേരായി നടക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ വചനം നന്നായിരിക്കൂ എന്ന് നമ്മൾ മീകാ പ്രവചനം 2:7 വായിക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ, തിരുവചനത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. നേരായി നടക്കുന്നവർക്ക് ദൈവവചനം വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ തേട അല്ലെങ്കിൽ തിരിഞ്ഞുമറിഞ്ഞ് കുഴഞ്ഞുമറിഞ്ഞ ജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ചുള്ള അവർക്ക് വചനത്തിലൊന്നും പ്രാധാന്യമില്ല. അങ്ങനെയാണോ നമ്മുടെ അനുഭവം? അതേ 119-ാം സങ്കീർത്തനം 162-ാം വാക്യത്തിൽ അനേക വാക്യങ്ങളുണ്ട്. അതിനകത്ത്
വളരെ ചുരുങ്ങിയ ചില വാക്കുകൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. അത് പറയുന്നത്, വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ, കോടിക്കണക്കിന് സമ്പത്ത് ലഭിച്ചതുപോലെ ദൈവത്തിന്റെ വചനത്തിൽ ഒരു ഭക്തന് ആനന്ദിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു കൂട്ടായ്മ ലഭിക്കുമ്പോൾ അവിടെ ലഭിക്കുന്ന വചനങ്ങൾ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ആനന്ദപ്രദമായിരിക്കും. ഒരു ആത്മീയന്റെ അവസ്ഥ അതാ. ഒരു ആത്മീയനാണെന്നുള്ളതിന്റെ ശരിയായ തെളിവിത. മാത്രമല്ല, ആത്മീയൻ എന്ത് ചെയ്യും? ഈ കേൾക്കുന്ന വചനങ്ങൾ നമ്മൾ ഈ 119 സങ്കീർത്തനം അതിന്റെ 97 വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, ഇടവിടാതെ അതെന്റെ ധ്യാനമാകുന്നു. ഇടവിടാതെ അതെന്റെ ധ്യാനമാകുന്നു. ഒരു ആത്മീയൻ എപ്പോഴും ധ്യാനിക്കുന്നത് തിരുവചനമായിരിക്കും. തിരുവചനം ധ്യാനിക്കും തോറും അവന്റെ അകത്തെ മനുഷ്യൻ കൂടുതൽ ബലപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ പറയാറില്ലേ, മൃഗങ്ങൾ അയവറുക്കാറുണ്ട് അല്ലേ? ആടും പൂത്തും കാളയും പശുവും ഒക്കെ പുല്ല് വെട്ടി തിന്നതിന് ശേഷം അവിടെ എവിടെയെങ്കിലും ഒരു തണലിൽ പോയി കിടന്നുകൊണ്ട് ആ തിന്നതെല്ലാം വീണ്ടും കൊണ്ടുവന്ന് അത് ചവച്ചരച്ച് തിന്നാറുണ്ട്. അയവിറക്കുക, ധ്യാനിക്കുക. അപ്പോൾ ഒരു ഭക്തനും വചനം കേട്ടിട്ട് ആ വചനം എന്ത് ചെയ്യുന്നു? ധ്യാനിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ധ്യാനിക്കുന്ന ഒരു അനുഭവം പോലും ഇന്ന് അനേക വിശുദ്ധന്മാർക്കുമില്ല. എന്നാൽ ഒരു യഥാർത്ഥ ആത്മീയൻ എപ്പോഴും ദൈവവചനത്തെ ധ്യാനിക്കുന്നവനായിരിക്കും. അതിന്റെ 92 വാക്യം വളരെ ഇമ്പോർട്ടന്റ് വാക്യമാണ്. നിന്റെ ന്യായപ്രമാണം എന്റെ പ്രമോദം ആയിരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. കണ്ടോ, ഭക്തന്മാരുടെ ജീവിതത്തില് അസംഖ്യം കഷ്ടങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ട്, അനർത്ഥങ്ങളുണ്ട്. എന്നാൽ അവയെല്ലാം ദൈവം വിടുവിക്കുന്നു. ഈ പ്രതികൂലത്തിലൊന്നും അവൻ താളടിയാകാത്തത് ഈ ദൈവവചന ധ്യാനമാണ്. ദൈവത്തിന്റെ വചന ധ്യാനം അവനെ കഷ്ടങ്ങളിൽ നഷ്ടമായി പോകാതെ, തകർന്നു പോകാതെ സൂക്ഷിക്കുന്നു. കണ്ടോ, അപ്പോൾ ഇവിടെ 119 സങ്കീർത്തനകാരൻ പറയുന്നത്, നിന്റെ ന്യായപ്രമാണം എന്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ, അല്ല ഞാൻ അതിൽ സന്തോഷിച്ചു കൊണ്ടിരുന്നില്ലായിരുന്നെങ്കിൽ, അല്ല അതെന്റെ ധ്യാനമല്ലായിരുന്നെങ്കിൽ എന്റെ കഷ്ടതയിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു. നമുക്കറിയാം, ഒരു ആത്മീയൻ ഒരിക്കലും ആത്മഹത്യയോ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. ലോകമനുഷ്യർ എത്രയോ പേരായി ആത്മഹത്യ ചെയ്യുന്നേ. എന്നാൽ ദൈവവചനം ധ്യാനിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ വചനം എത്രമാത്രം ആശ്വാസം പകരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഒരു ഭക്തന്റെ ജീവിതത്തിൽ അവന് ഈ വചനം എപ്പോഴും അവന്റെ ധ്യാനമായിരിക്കും. നമ്മൾ അതേ 119 സങ്കീർത്തനം 117 വാക്യത്തിന്റെ അവസാന ഭാഗത്ത്, നിന്റെ ചട്ടങ്ങളിൽ ഞാൻ നിരന്തരം രസിക്കും. കണ്ടോ, നിന്റെ ചട്ടങ്ങളിൽ ഞാൻ നിരന്തരം രസിക്കും. ചിലര് കളികൾ കണ്ടുകൊണ്ടാണ് രസിക്കുന്നത്. ആ താൽക്കാലികമായ സന്തോഷത്തിന് വേണ്ടി എത്ര വിലപ്പെട്ട സമയം അവർ നഷ്ടമാക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾക്ക് എവിടെയാ രസം തോന്നുന്നേ? ദൈവവചനത്തിൽ രസിക്കുന്ന അനുഭവം നിങ്ങൾക്കുണ്ടോ? ഇവിടെ സങ്കീർത്തനകാരൻ പറയാണ്, നിന്റെ ചട്ടങ്ങളിൽ അല്ലെങ്കിൽ നിന്റെ വചനത്തിൽ ഞാൻ നിരന്തരം രസിക്കും. കണ്ടോ, എപ്പോഴും എന്റെ രസം നിന്റെ വചനത്തിലാണ്. ഇതൊക്കെ അതിന്റെ തന്നെ 78 വാക്യം. ഞാൻ അതിന്റെ 78 വാക്യം, ഞാനോ നിന്റെ കൽപ്പനകളെ ധ്യാനിക്കുന്നു. എന്ന് പറഞ്ഞാൽ നിന്റെ വചനത്തെ ഞാൻ ധ്യാനിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായൊരു ഭാഗമാണ് 1-ാം സങ്കീർത്തനം. 1-ാം സങ്കീർത്തനം 2ഉം 3ഉം വാക്യം തന്നെ പറയുന്നത് എന്തുവാ? ഈ സങ്കീർത്തന ഭാഗങ്ങളൊക്കെ വചനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. 1-ാം സങ്കീർത്തനം 2ഉം 3ഉം വാക്യം വായിക്കുമ്പോൾ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. കണ്ടോ, ഒരു ഭാഗ്യവർണ്ണനയാണ്. ആരാണ് ഭാഗ്യവാൻ?
യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നിട്ട് അവന്റെ അവസ്ഥ പറയുക, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവിയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമുക്ക് എപ്പോഴും ഈ വചനത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുവാൻ കഴിയുന്നുണ്ടോ? നമുക്കറിയാം, മോശയ്ക്ക് ശേഷം യോശുവയെ ദൈവം ലീഡറായി നിയോഗിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, ഒരു പ്രസ്താവന, വളരെ വിലപ്പെട്ടൊരു പ്രസ്താവനയാണ്. യോശുവ 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായുമിരിക്കും, നീ തൃപ്തനായിരിക്കും, നീ സന്തോഷവാനായിരിക്കും, നീ ഒരു ജയാളിയായിരിക്കും. എത്ര നല്ല വാഗ്ദത്തമാണ് പ്രിയമുള്ളവരെ. ഇതൊരു ആത്മീയന്റെ അവസ്ഥയാണ്. ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം അവന് ഈ ലോകപരമായ കാര്യങ്ങളിലേക്ക് അവന് പോകുവാൻ കഴിയില്ല. നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നെങ്കിലും അവനെപ്പോഴും ദൈവവചനത്തിന്റെ ധ്യാനത്തിലും അതിൽ സന്തോഷിക്കുന്നവനും അതിൽ രസിക്കുന്നവനുമായിരിക്കും. ലോകത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് പ്രശംസയും പറഞ്ഞുകൊണ്ടിരിക്കാൻ അവന് കഴിയില്ല. ലോകമനുഷ്യൻ ലോക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. എന്നാൽ ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം അവൻ ആത്മീയമായ കാര്യങ്ങൾ, നിത്യതയോട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത്. ആ സംസാരത്തിൽ തന്നെ അവരിൽ വ്യാപരിക്കുന്ന ആത്മാവിനെ നമുക്ക് തിരിച്ചറിയാം. അവരെത്രമാത്രം ആത്മീയരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ഒന്നാമത്തെ ഗുണമാണ് ഞാൻ ഒരു ആത്മീയന്റെ കാര്യങ്ങൾ നിങ്ങളോട് ഇന്ന് പറഞ്ഞത്. ഇത് വളരെ ഗഹനമായി നമ്മൾ പഠിക്കേണ്ട, നമ്മുടെ ജീവിതത്തെ നമ്മൾ ഈ വചനമെന്ന കണ്ണാടിയുടെ മുമ്പിൽ പരിശോധിക്കേണ്ടതിന് അത്യാവശ്യമായ ചില കാര്യങ്ങൾ മാത്രം, ചില പോയിന്റുകൾ നിങ്ങളോട് പറയുക. അതിൽ ഒന്നാമത്തെ പോയിന്റായിട്ട് എനിക്കിന്ന് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്, ഈ ദൈവവചനത്തെ നമ്മൾ വളരെ ഹൃദ്യസ്ഥമാക്കുന്നതിൽ, വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിൽ, വചനത്തിൽ രസിക്കുന്നതിൽ, വചനത്തിൽ ധ്യാനിക്കുന്നതിൽ ഒരു ആത്മീയൻ എപ്പോഴും സന്തോഷം കണ്ടെത്തും. ഇന്ന് അങ്ങനെ ഒരു സന്തോഷം നമുക്കുണ്ടോ? ചിലർക്ക് കൂട്ടായ്മയ്ക്ക് പോകാമെന്ന് കേൾക്കുന്നത് തന്നെ വലിയ ദുഃഖമാണ്. കാരണം അത് അവരുടെ ഹൃദയത്തെ വളരെ ബാധിക്കും, അവരുടെ ജീവിതത്തെ വളരെ ബാധിക്കും. അവരങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ഉള്ളിൽ അതിനുവേണ്ടിയൊരു ദാഹവും വിശപ്പുമില്ല. ഇവിടെ അങ്ങനെയുള്ളവർ തികച്ചും ജഡീകരായിരിക്കും. അങ്ങനെയുള്ളവർ ഒരിക്കലും കർത്താവിന്റെ നാമത്തെ അവർക്ക് മഹത്വപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഞാനൊരു ആത്മീയനാണോ? ദൈവവചനത്തിന് വേണ്ടി എനിക്ക് ഓരോ ദിവസവും രക്ഷിക്കപ്പെട്ട എനിക്ക് ഓരോ ദിവസവും വചനത്താൽ ഉള്ള രക്ഷയെ എനിക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നുണ്ടോ? ഏത് രക്ഷ? പ്രാണന്റെ രക്ഷ, ജീവന്റെ രക്ഷ, ദേഹീ രക്ഷ. ഓരോ ദിവസവും അത് നമ്മൾ നടക്കണം. അതിന് അനിവാര്യമായിരിക്കുന്ന ഒരേ ഒരു കാര്യം തിരുവചനമാണ്. അതുകൊണ്ട് ഈ വചനത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും യഥാർത്ഥമായി നമ്മളെ ഭരിക്കുന്നെങ്കിൽ അവൻ ഒരു ആത്മീയനാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഞാനിങ്ങനെ ഒരു 10-12 കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാം എന്ന് ആഗ്രഹിക്കുക. വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങളൊരു ആത്മീയനോ എന്ന് നിങ്ങൾ വിവേചിക്കണം. ആത്മീയന് മാത്രമേ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ജയാളിയായിട്ട് ജീവിക്കാൻ കഴിയും. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.